ട്രംപിന്റെ സ്വഭാവം ഇടക്കാലത്ത് കൊച്ചു കുട്ടികൾക്ക് സമാനമായി മാറുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല. ഒരു സമയം ഭീഷണിയായിരിക്കും, ഒരു സമയം അദ്ദേഹം ഈ സങ്കടം പറയും. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ രാജ്യങ്ങളോടുമുള്ള സമീപനം. പിന്നീട് അദ്ദേഹം ഈ കുട്ടികൾ മിഠായി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയും പോലെയാണ് ഇപ്പോൾ നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം തനിക്ക് കിട്ടുന്നില്ല എന്നൊരു പരിഭവവും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുപിടിച്ച ശ്രമമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അദ്ദേഹം കയറി വന്ന് അതിനെ സമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു. പിന്നീട് അദ്ദേഹം മുൻപ് തന്നെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം ഈ നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കണമെന്ന ലക്ഷ്യവുമായാണ് പ്രചരണം നടത്തിയതെന്ന് സംശയമുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണല്ലോ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്ന്. അതോടൊപ്പം തന്നെ റഷ്യയും അതോടൊപ്പം തന്നെ ഉക്രൈനും തമ്മിലുള്ള ഈ സംഘർഷവും യുദ്ധവും ഞാൻ അവസാനിക്കും. അതിനിടയിലാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം വന്നത്. അതും അദ്ദേഹം പരിഹരിച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പരിഹരിക്കാൻ നോക്കുന്നത് ആദ്യം ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം ഒരു പരിധിവരെ അദ്ദേഹത്തിന് തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. അത് പ്രശ്നം വേണമെങ്കിൽ അദ്ദേഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഇസ്രയേലിനെ നിർത്തേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കാത്തത് ഈ ഉക്രൈനും അതോടൊപ്പം തന്നെ റഷ്യയും തമ്മിലുള്ള പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ഈ അസർബൈജാനും മറ്റൊരു രാജ്യവുമായുള്ള പ്രശ്നവും അർമേനിയയും തമ്മിലുള്ള ഒരു പ്രശ്നവും ഇത്തരത്തിൽ അദ്ദേഹം ഇടപെട്ടു. പിന്നീട് അതിലൊരു രാജ്യം ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. ആ രീതിക്കാണ് അങ്ങനെ തുടർച്ചയായി തന്നെ ലോകത്ത് സമാധാനം കൊണ്ടുവന്ന ഒരു നേതാവായി മാറി. എങ്ങനെയെങ്കിലും ആ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് ലഭിക്കണമെന്ന ചിന്തയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത്. ഇന്ത്യയോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും അതോടൊപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധരും പറയുന്ന ഒരു സംഭവമാണല്ലോ ഈ ഇന്ത്യ നോമിനേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കാനായി ഇന്ത്യ നോമിനേറ്റ് ചെയ്യണം. ഇന്ത്യ അതിന് എന്തായാലും സാധിക്കില്ല. മറ്റൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ റഷ്യയുമായി ബന്ധപ്പെട്ടാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്ന പരിപാടി നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ദുഃഖിച്ച ഒരു മുഖഭാവത്തോടു കൂടിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ പലതവണ ഇന്ത്യയോട് ആവർത്തിച്ച് പറയുകയാണ് ഈ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന്. പക്ഷെ ഇന്ത്യ അത് നടപ്പിലാക്കാൻ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു നിരാശയാണ് തനിക്കുള്ളത്. ആ നിരാശ ഉള്ളത് കൊണ്ടാണ് താൻ 50% തീരുവ ഇന്ത്യക്ക് മേൽ ചുമത്തി, വേണമെങ്കിൽ കൂടുതൽ ചുമത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാൻ എന്തായാലും ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്. അത് ജയശങ്കർ തന്നെ പറഞ്ഞല്ലോ. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി അത് പല രൂപത്തിലാക്കി പല രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഒന്നും പറയണ്ട, ഏറ്റവും അവസാനം ഉക്രൈന് വരെ നൽകുന്നുണ്ട്. ഉക്രൈനിൽ ഏറ്റവും അധികം ഡീസൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യയാണ്. ഇതെന്തായാലും ട്രംപ് മനസ്സിലാക്കാത്തത് എന്തെന്ന സംശയമേ ബാക്കിയുള്ളൂ. അമേരിക്കയും ഇത്തരത്തിൽ വാങ്ങുന്നുണ്ട്. ജയശങ്കർ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങൂ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം. ഞങ്ങൾ യൂറോപ്പിന് വിൽക്കും, പല രാജ്യങ്ങൾക്കും വിൽക്കും, ഈ ഇന്ത്യ എണ്ണ വാങ്ങും. പ്രത്യേകിച്ച് അറിയാം, ഡോളറുമായി ബന്ധപ്പെട്ടല്ല നാം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത്, രൂപയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നോക്കിയാണ് ഇന്ത്യ നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഈ റഷ്യയുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ ഈ പരാമർശങ്ങൾ ഇന്ത്യ വലിയ രീതിയിൽ പരിഗണന നൽകുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ റഷ്യയും ഇന്ത്യയും അമേരിക്കയിൽ നിന്ന് അകലുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം മോഡിയെ പുകഴ്ത്താനും അതിനിടയിൽ സമയം കണ്ടെത്തുന്നുണ്ട്. മോഡി മഹാനായ നേതാവാണ്, കരുത്തുള്ള നേതാവാണ്, അദ്ദേഹവുമായി സൗഹൃദമുണ്ട്, സൗഹൃദം കാത്തു സൂക്ഷിക്കും. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതാണ് തനിക്ക് ദുഃഖം വരുത്തി വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ദുഃഖം എന്തായാലും ഇടക്കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. ഇന്ത്യക്ക് പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ വികസനമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ദാരിദ്ര്യവും മാറ്റി വലിയ രീതിയിൽ വികസിത രാജ്യമായി മാറുക എന്നത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും സ്വപ്നം കാണുന്നതാണല്ലോ. അപ്പോൾ ആ സ്വപ്നങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിക്കും ഇന്ത്യയിൽ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിനുമുള്ളത്. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ എന്തായാലും ഇന്ത്യ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ എന്നേ വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു. ആദ്യം തുടക്കത്തിൽ 25% തീരുവ ചുമത്തിയത്, പിന്നീട് അത് 50% മാറ്റുന്നു. ഇപ്പോൾ ട്രംപിന്റെ ഇടക്കാലത്ത് ഭീഷണി ഉണ്ടായി, അത് ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യ അതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. ഇന്ത്യക്ക് കൃത്യമായി തന്നെ ധാരണയുണ്ട്. അങ്ങനെയാണെങ്കിൽ
ട്രംപ് അമേരിക്ക ഈ തീരുവ ചുമത്തുമ്പോൾ ഇന്ത്യ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുകയാണ്. ജപ്പാൻ എന്ന മാർക്കറ്റ് കണ്ടെത്തുന്നു. ചൈന, റഷ്യ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് തന്റെ മാർക്കറ്റ് വർദ്ധിപ്പിക്കുകയാണ് നരേന്ദ്രമോദിയും ഇന്ത്യയും. ഇന്ത്യക്ക് പുതിയ മാർക്കറ്റുകളുണ്ട്. ഇന്ത്യ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിന്റെ ഒരു തുടക്കമാണ് നാം GST-യുമായി ബന്ധപ്പെട്ട് കണ്ടത്. GST-യിൽ പല ഇളവുകൾ വരുത്തി ഇന്ത്യയുടെ മാർക്കറ്റ് സജീവമാക്കി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർ തന്നെ വാങ്ങി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുക. അതിൽ കൂടുതൽ സാധനമുണ്ടെങ്കിൽ അത് ചൈനയിലേക്കും അതോടൊപ്പം തന്നെ റഷ്യ, ജപ്പാൻ അടക്കമുള്ള, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റായി എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലെ പ്രധാന വ്യവസായികൾ കാണുന്ന ഒരു ഭൂഖണ്ഡമായി ആഫ്രിക്കൻ രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് ഇപ്പോൾ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അത് നാം കണ്ടതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അത് 2 രാജ്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. അത് പാകിസ്ഥാനെയും അതോടൊപ്പം തന്നെ അമേരിക്കയും. ഈ 2 രാജ്യങ്ങൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലായിരുന്നു അമേരിക്കയുമായി ഇന്ത്യ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി. അദ്ദേഹത്തിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചില്ലേ? മോദിക്ക് അനുകൂലമായി തന്നെ, അവിടെ ട്രംപിന് അനുകൂലമായി തന്നെ ഒരു പ്രചരണ യോഗം തന്നെ സംഘടിപ്പിച്ചില്ലേ? ആ പ്രചരണ യോഗത്തെയെല്ലാം പല രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിമർശിച്ചു. പക്ഷെ അദ്ദേഹം എന്ന് ട്രംപിനോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഉണ്ടായത്. പാകിസ്ഥാൻ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാവുകയും അസീം മുനീറിന്റെ ചരിത്രം അറിയാമല്ലോ. പട്ടാള മേധാവിമാരിൽ തീവ്രവാദികളുമായി ഇത്രയും നേരിട്ട് ബന്ധം പുലർത്തിയ മറ്റൊരു സൈനിക മേധാവിയില്ല. അദ്ദേഹം നേരിട്ട് തന്നെ ഇത്തരം തീവ്രവാദ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവർക്ക് ഉപദേശം നൽകുകയും അവർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്ന കൊടും ക്രിമിനലാണ് അസീം മുനീർ. ആ അസീം മുനീറിനെയാണ് അദ്ദേഹം ട്രംപ് അവിടെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുത്തിരിക്കുന്നത്. ചൈന കാണിച്ച മര്യാദ പോലും ഇതിൽ കാണിക്കുവാൻ ഈ ട്രംപ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അമേരിക്കയോട് അവസാന ഘട്ടത്തിൽ, ഈ ഓപ്പറേഷൻ സിന്ദൂർ ഘട്ടത്തിലാണല്ലോ അമേരിക്കയോട് ഈ ചതി ഉണ്ടായത്. ആ ചതി തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് ഇന്ത്യ റഷ്യയോട് കൂടുതൽ അടുക്കുന്നത്. ഇന്ത്യയുടെ നയതന്ത്രം അറിയാലോ, ഒരു രാജ്യത്തെയും പിണക്കാറില്ല. ഇന്ത്യക്ക് അമേരിക്കയെ സൗഹൃദമുണ്ട്, റഷ്യയും സൗഹൃദമുണ്ട്, ഇസ്രയേലും സൗഹൃദമുണ്ട്, അതോടൊപ്പം തന്നെ പാലസ്തീനും സൗഹൃദമുണ്ട്, ചൈനയും ജപ്പാനിലും സൗഹൃദമുണ്ട്. ഇന്ത്യക്ക് ശത്രുക്കളില്ല. അത് നെഹ്റുവിന്റെ കാലം മുതലുള്ള ഇന്ത്യയുടെ നിലപാടാണല്ലോ. ചേരിചേരാ പ്രസ്ഥാനത്തിൽ ഒരു ഭാഗത്തും ചേരാതെ നിൽക്കുക എന്നത് ഇന്ത്യയുടെ അജണ്ടയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്ക് ഒരു കൃത്യമായ അജണ്ടയുണ്ട്. ഈ തീരവയ്ക്ക് പിന്നാലെ, അമേരിക്കയുടെ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് തന്നെയാണ് നാം ചൈനയിൽ കണ്ടത്. ചൈനയിൽ ഒരു ലോകക്രമം തന്നെ ഉണ്ടായിരിക്കുകയാണ്. റഷ്യ, ചൈന, അതോടൊപ്പം തന്നെ ഇന്ത്യ. അതൊരു തുറന്ന സന്ദേശമായിരുന്നു. ഞങ്ങൾക്ക് ഇനി പക്ഷമുണ്ട്, അത് അമേരിക്കക്കെതിരായ പക്ഷമാണ്. ഞങ്ങൾക്കും വളരണം, നിങ്ങൾക്കും വളരാനുള്ള അവസരമുണ്ട്. പക്ഷെ ഞങ്ങളെ ഒറ്റപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ പല സൗഹൃദങ്ങളിലേക്ക് പോകും, പക്ഷപാതം പിടിക്കേണ്ട നിലപാടിലേക്ക് പോകുമെന്നൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ നിലവിളികളും ഈ മണ്ടത്തനങ്ങളും തുടരുകയാണ്. ഇതിന്റെ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഈ കരയുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹം നിരാശപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ ഇനി തുടർച്ച എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.